സുന്നിയില്ല, മുജാഹിദും ജമാഅത്തും അതൊക്കെ ഈ ആൾക്കാരുണ്ടാക്കുന്ന ഓരോ പരിപാടികളാണ്. ഖുർആനിൽ വ്യക്തമായി പടച്ചോൻ നബിനോട് പറയുന്നുണ്ട്, ആരാണോ മതത്തിനെ ഡിവൈഡ് ചെയ്യുന്നത് അവരെ നീ ഡീൽ ചെയ്യേണ്ട, അവർക്കുള്ളത് പടച്ചോൻ കൊടുത്തോളൂ എന്ന്. അപ്പൊ ഇസ്ലാമിൽ ആകെ ഒരു കാറ്റഗറികളും അത് മുസ്ലിംസ് ആണ്. ഖുർആനും ഹദീസും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന മുസ്ലിംസ്. നിങ്ങൾ ചെന്നിട്ട് ഈ സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇങ്ങനെ ഒരു കാറ്റഗറിയിലും ചെന്ന് ചാടരുത്. നിങ്ങൾ ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, എന്നിട്ട് ഇസ്ലാമിനെ ഫോളോ ചെയ്യുക, അല്ലാണ്ട് ഒരു കാറ്റഗറിനെ ഫോളോ ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ആൾക്കാരുണ്ടാക്കുന്ന ഓരോ പരിപാടികളാണ്. ഈ നബിദിനം, മൗലൂദ്, കുത്തറാത്തീബ്, നേർച്ച, ബദരീങ്ങളോട് പ്രാർത്ഥിക്കല്, മരിച്ച ഒരു വ്യക്തിയോട് ഓതി കൊടുക്കൽ, ഇതൊക്കെ ആൾക്കാരുണ്ടാക്കിയ പുതിയ പരിപാടികളാണ്. ഇപ്പൊ ഏതെങ്കിലും സ്വഹാബിയുടെ നബിദിനം ആഘോഷിക്കണോ അല്ലെങ്കിൽ നബി തന്നെ വേറെ നബിമാരുടെ ബർത്ത്ഡേ ആഘോഷിക്കണോ? ഒരിക്കലും ഇല്ല. ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് ഒരിക്കലും അത് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ മൗലൂദും ഒരു പ്രത്യേക ദിവസം എല്ലാവരും പാടെ കൂടി ഒരു റിച്വൽ പോലെ പ്രാർത്ഥിക്കാനൊന്നും ഇസ്ലാമിലോ ഹദീസിലോ ഒന്നും പറയുന്നില്ല. അല്ല, മൗലൂദിനെ വാക്കുകൾ പറഞ്ഞാൽ നബി എന്നെ രക്ഷിക്കൂ, നബി എന്നെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കും എന്നൊക്കെയാണ്. അത് വ്യക്തമായ ശിർക്കാണ്. ഈ മരിച്ച വ്യക്തിയോട് ഓതലൊന്നും ഇസ്ലാമിലില്ല. കാരണം ഖുർആൻ എന്ന് പറഞ്ഞ ഗൈഡൻസ് ആണ്. ഇന്നത് ചെയ്യാൻ പറ്റും, ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് മരിച്ച ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ഖുർആൻ ഓതിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ അവരുടെ പേരിൽ സ്വതൊക്കെ ചെയ്യുക. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട്. അതേപോലെ ഈ നാർച്ച, കുത്തറാത്തിബ്, ഇതൊക്കെ എന്താ സംഭവം തന്നെ അറിയില്ല. ഈ നാർച്ച എന്നൊക്കെ പറഞ്ഞ DJ പാർട്ടിയും ചാടിക്കളിയൊക്കെയാണ്. അറിയില്ല ഈ ആൾക്കാരെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. കാരണം വ്യക്തമായി നബി പറയുന്നുണ്ട്, എന്താണ് പുതുതായിട്ട് കൊണ്ടുവരുന്നത് അത് റിജക്ട് ചെയ്യുന്ന വ്യക്തമായി നബിയും പറയുന്നുണ്ട്. നാളെ ഞാൻ കണ്ടാണ് ഒരാൾ വീഴാൻ പോയപ്പോ എന്റെ ബദിരീങ്ങളെന്ന്. ഇത്ര വലിയ ശിർക്കാണ് അത്. ബദിരീങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശിർക്കാണ്. നമ്മൾ പടച്ചോനെ വിളിക്കേണ്ടത്, നമ്മൾ പടച്ചോനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ പൈസ വരുന്ന വഴിയൊക്കെ നോക്കല്ലേ വെറുതെ.